ഇവിടുത്തെ ബീഫ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇവിടെ നല്ല ചൂട് ഉള്ളിവട കിട്ടും. അതും രാവിലെ മുതൽ. ഉള്ളിവട മാത്രമല്ല, പരിപ്പ് വടയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ബോണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തിനാണ് മേടിച്ചെന്നറിയോ? ഉള്ളിവടയുടെ കൂടെ ഈ ബീഫ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയിട്ട്. എല്ലാവരും പഴംപൊരി ബീഫും അല്ലേ, പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ചിക്കൻ തോരനും ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇതും റെഡിയാണ്. അപ്പോൾ 2 ദോശ ഞാൻ മേടിച്ചത്. 2 ദോശയുണ്ട്, അതിനകത്ത് തേങ്ങാ ചമ്മന്തി ഉണ്ട്, മുളക് കറി ഉണ്ട്. ഈ 2 ദോശയെന്ന് വെച്ചാൽ 6 രൂപ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 12 രൂപ. ഇപ്പോൾ ഇത്രയും മതി നമുക്കൊരു 12 രൂപ. ഇപ്പോൾ 3 ആയാലും 18 രൂപയൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. എല്ലാത്തിനും പൈസ കുറവാണ്. അപ്പായാലും 6 രൂപ തന്നെയുള്ളൂ. ഇത് ചിക്കൻ തോരൻ. ഇത് ഇവിടുത്തെ തോരന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതാ കുറച്ചിങ്ങനെ എന്താ പറയുക, ഗ്രേവി പോലെ, ഭയങ്കര തോർന്നിരിക്കുന്നതല്ല, ഒരു റോസ്റ്റിൻ്റെയൊക്കെ പരുവത്തിലാണ്. കാരണം ഈ പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് വേണമല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇതാണെങ്കിൽ 100 രൂപ, ബീഫാണെങ്കിലും 100 രൂപ, വടകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ 10 രൂപ. മൊത്തത്തിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ്. സ്ഥലത്തിന് പറയുന്നത് ചെറിയ കൊണ്ണി എന്നാണ്. അതായത് ഇവിടെ രത്നം ഓഡിറ്റോറിയം ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് അരുവിക്കരയൊക്കെ പോണ റോഡിൽ ഇതുപോലെ ഒരു ചെറിയ കട ബിന്ദു ചേച്ചിയാണ് നടത്തുന്നത്. 27 വർഷമായിട്ട് ഈ കട ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ രാവിലെ ഒരു 5 മണി മുതൽ നല്ല പൊറോട്ടയും അതുപോലെ ബീഫും ചിക്കൻ തോരനും ഒക്കെ കിട്ടും. സാധാരണ കടകളിലൊക്കെ ഒരു 7 മണി 8 മണിക്കൊക്കെ അല്ലേ ആവും, പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് വെളുപ്പിനെ മുതൽ. അങ്ങനെ കഴിക്കാൻ വരുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. പൊറോട്ടയും ബീഫും ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ടല്ലേ, കുറേ നല്ല ഭൂരിഭാഗം പേരും. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഇവിടുത്തെ പൊറോട്ടയും ദോശയൊക്കെ ചുടുന്ന കല്ല് കണ്ടോ? നമ്മുടെ വീട്ടിലെ പോലെ റൗണ്ട് കല്ലാണ്. അപ്പം ഞാനിതാ അപ്പവും ബീഫുമാണ് മേടിച്ചത്. 100 രൂപയാണ് ഇങ്ങനെ ഒരു ബീഫ്. നല്ല ആവി പറക്കണ അപ്പവും ഇങ്ങനെ ബീഫിൻ്റെ ചാറിൽ കുതിർന്ന് കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. സൂപ്പറാണ്. ഇവിടെ നല്ല ചൂട് ഉള്ളിവട കിട്ടും. അതും രാവിലെ മുതൽ. ഉള്ളിവട മാത്രമല്ല, പരിപ്പ് വടയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ബോണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തിനാണ് മേടിച്ചെന്നറിയോ? ഉള്ളിവടയുടെ കൂടെ ഈ ബീഫ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയിട്ട്. എല്ലാവരും പഴംപൊരി ബീഫും അല്ലേ, പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കേട്ടോ. ചൂടോട് കൂടി ഇങ്ങനെ വറുത്തോണ്ടിരിക്കണേ ഉള്ളൂ. അവിടെ നിന്ന് നല്ല രസം ബീഫിൻ്റെ കൂടെ കഴിക്കാൻ. ഇതിൻ്റെ നേരെയുള്ള റോഡ് അരുവിക്കര ഡാമിലേക്ക് പോണ വഴിയാണ്. പുളിയറക്കോണത്തു നിന്നും വട്ടിയൂർക്കാവിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും. അടുത്താണ്. സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് ദൂരത്തിലൊന്നല്ല. നമ്മൾ പണ്ട് സ്വർണ്ണിയമ്മയുടെ വീഡിയോ ചെയ്തില്ലേ, ചായക്കട, അതിൻ്റെ അടുത്തുനിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ്. നല്ല ഭക്ഷണം, വലിയ പൈസയും ഇല്ല. ദോശ, അപ്പം എല്ലാം 6 രൂപയുള്ളൂ. മറ്റു ചായ കടികളൊക്കെ 10 രൂപ. ഇത് കണ്ടോ? അപ്പോൾ നമ്മൾ 2 ദോശ മേടിച്ചു. ദോശയുടെ കൂടെ ഇതാ തേങ്ങാ ചട്നി, മുളക് കറി, അതെ ചിക്കൻ തോരൻ കൂട്ടി ദോശ കഴിച്ച് നോക്കാം. ഇവിടെ എല്ലാവരും വന്നൊരു പൊറോട്ടയാണ് കേട്ടോ കൂടുതൽ മേടിക്കണം കണ്ടത്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ തോരൻ്റെ സ്വാദല്ല, കുറച്ച് വ്യത്യാസമുള്ളൊരു മസാലക്കൂട്ടാണ്. ചെറിയ ഉള്ളി, നല്ലോണം ചെറിയ ഉള്ളി ചേർന്നുണ്ട്, സവാളയല്ല. ഇത് ബീഫിനകത്തായാലും അങ്ങനെ തന്നെ കേട്ടോ. ഇതാ മൊത്തം ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. അത്ര സമയം വേണമല്ലേ ഇത് നന്നാക്കി പുറക്കിയെടുക്കാൻ. സവാളയാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നിധിയാണ് കേട്ടോ ഈ കടയിലേക്ക് വിളിച്ചോണ്ട് വന്നത്. നിധി വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നിധി അന്തം വിട്ടിരിക്കുകയാണ്. അവനിങ്ങനെയാണ്, ആരും പേടിക്കണ്ട. ചില വീഡിയോയിലൊക്കെ നമ്മൾ വന്നിട്ടേ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതിനിടയിൽ ഇവൻ വേറെ ഏതോ ലോകത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോയിൽ ഇവൻ ഉണ്ട് എന്ന് പറയുമ്പോഴായിരിക്കും ഇവനിങ്ങനെ ആ ലോകത്ത് തിരിച്ചിറങ്ങി വരും. ഇപ്പം അങ്ങനത്തെ ഇരിപ്പാണ്, കുഴപ്പമില്ല. നിധിയുടെ വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ അടുത്താണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നിധിയേയും കൂട്ടി ഇങ്ങോട്ട് വന്നതാണ്. നിധി വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? 2 എണ്ണം ഇട്ടിട്ടുണ്ട്. 2 വീഡിയോ അവൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ദിവസം അവധിയാണ്.
രാവിലെ നേരത്തെ പറഞ്ഞില്ല 5 മണി മുതൽ ഇതൊക്കെ കിട്ടാൻ തുടങ്ങും. ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിയാകുമ്പോൾ വീണ്ടും തുറക്കും. രാത്രി 8 മണി വരെ. ഇതാണ് കടയുടെ ഒരു സമയം. ചേച്ചി കട തുടങ്ങിയ കാലം തുടങ്ങി ഉള്ളതാണ് ഈ അമ്മൂമ്മയൊക്കെ. അങ്ങനെ നിന്ന് അപ്പം ചുടുകയാണ്. കാരണം ഏറ്റവും പാടുള്ള പണി എന്ന് പറയുന്നത് ഈ പലഹാരങ്ങളിൽ അപ്പം ഉണ്ടാക്കലാണ്. കാരണം അപ്പം ഒരു ചട്ടിയിൽ ഒരെണ്ണേ ചുടാൻ പറ്റും. ഇപ്പോൾ ദോശയാണെങ്കിൽ നമുക്കൊരു 10 ദോശ വരെയൊക്കെ ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും. ഇഡലിയാണെങ്കിലും എല്ലാം. പുട്ടാണെങ്കിൽ പോലും 4 കുമ്പോ 5 കുമ്പോ ഒക്കെ വയ്ക്കുന്ന പുട്ടുകുമ്പങ്ങളുണ്ടല്ലോ. പക്ഷേ ഈ അപ്പത്തിന് അങ്ങനെയുള്ള പരിഹാര മാർഗ്ഗങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി വരേണ്ടിയിരിക്കണം. അപ്പം അതുകൊണ്ട് ആ അമ്മൂമ്മ രാവിലെ മുതൽ അങ്ങനെ നിന്ന് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചുടാൻ വേണ്ടി മാത്രം അമ്മൂമ്മയും 27 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ആളാണ് ചേച്ചിയുടെ കൂടെ. വേറൊരു ചേട്ടൻ 10 കൊല്ലം കൈ. അപ്പോൾ ഇവരിങ്ങനെ 2-3 പേരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ. ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കടയിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ നമുക്ക്. ചെറിയ പൈസയ്ക്ക് നല്ല രുചി കൊടുക്കുന്ന മറ്റൊരിടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്.